തൃശൂർ മനക്കുടി പുള്ള് റോഡിൽ വെള്ളം കയറി ഗതാഗതം നിലച്ചിട്ട് ഒരു മാസത്തിലേറെയായി. ഗതാഗതം തടസ്സപ്പെട്ടതോടെ ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ട ഗതികേടിലാണ് യാത്രക്കാർ. പുള്ള് വിനോദസഞ്ചാര കേന്ദ്രത്തിൽ ആളുകൾ എത്താതായതോടെ നിരവധി തട്ടുകടകളും കുട്ടവഞ്ചി സവാരിയും അവസാനിപ്പിക്കേണ്ട അവസ്ഥയായി. കാരാഞ്ചിറയിൽ നിന്നും അരിമ്പൂർ, അന്തിക്കാട്, മണലൂർ കോൾ മേഖലകൾ വഴിയാണ് വെള്ളം ഒഴുകി ഏനാമാവ് റെഗുലേറ്റർ വഴി കടലിൽ പോകേണ്ടത്. മഴക്കാലമായാൽ KLDCയുടെ പ്രധാന ചാലിൽ കുളവാഴിയും ചണ്ടിയും കരിവാരിയും നിറഞ്ഞ് വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെടും. തടസ്സങ്ങൾ നീക്കേണ്ട ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ഇക്കാര്യത്തിൽ മൗനം തുടരുകയാണ്. മനക്കുടി പുള്ള് റോഡിൽ പലയിടത്തും റോഡ് താഴ്ന്നാണ് കിടക്കുന്നത്. ചാലിൽ കുളവാഴകൾ മൂലം ഒഴുക്ക് നിലയ്ക്കുമ്പോൾ വെള്ളം റോഡ് കവിഞ്ഞ് പാടശേഖരത്തിലേക്കെത്തി പലതവണ കൃഷിനാശവും സംഭവിച്ചു. റോഡ് 1 മീറ്ററോളം ഉയർത്തണമെന്നാവശ്യപ്പെട്ട് കർഷകർ മന്ത്രിമാർക്കടക്കം നിവേദനം നൽകിയിരുന്നു. ഒരു മാസത്തോളമായി റോഡിൽ വെള്ളം കെട്ടി നിൽക്കുകയാണ്. ഈ റോഡ് 2 മീറ്ററോളം ഉയർത്തിയാൽ മാത്രമേ ഈ PWD റോഡിൽ കൂടെ തൃപ്രയാറ്, ആലപ്പാട്, അതുപോലെ തന്നെ കോടന്നൂർ, ചെറുപ്പ് എന്നീ സ്ഥലങ്ങളിലേക്ക് പോകുന്ന ആളുകൾക്ക് സുഗമമായി പോകാൻ സാധിക്കുള്ളൂ. റോഡരികിലെ മരങ്ങൾ പലതും കടപുഴകി വീണ് കിടക്കുകയാണ്. വാരിയും പടവിലും 5 മുറി പടവിലും വെള്ളം ഒഴിയാതായതോടെ കടുത്ത പ്രതിസന്ധിയിലാണ് കർഷകർ. പുഴകളിലൊക്കെ വെള്ളം കുറഞ്ഞു, പക്ഷേ ഇവിടെ നിന്ന് വെള്ളം ഒഴിഞ്ഞു പോയിട്ടില്ല. അതിനൊരു പ്രധാന കാരണം നമ്മുടെ ഈ മെയിൻ കനാലിൽ ചണ്ടിയും കരിവാരിയും കുളവാഴിയും നിറഞ്ഞു നിൽക്കുന്നതാണ്. അത് ഈ വർഷം മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഇറിഗേഷൻ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് വിളിച്ചു, പക്ഷേ അവർ അതിന് ഇതുവരെ തയ്യാറായിട്ടില്ല. പുള്ള് ടൂറിസം കേന്ദ്രത്തിൽ ആളുകൾ എത്താതായതോടെ കടകളടച്ചു. കൊട്ടവഞ്ചി, പെഡൽ ബോട്ട് തുടങ്ങിയവയും സർവീസ് അവസാനിപ്പിച്ചു. 24 തൃശൂർ.